بسم الله الرحمن الرحيم اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ربي يسر ولا تعسر ربي أرني حقائق الأشياء അഭ്യുന്നരായ അധ്യക്ഷൻ, സ്നേഹവും ബഹുമാനമുള്ള ശ്രോതാക്കളെ, പ്രാതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഹ്മദിയ മുസ്ലിം ജമാഅത്തും അതിൻ്റെ എതിരാളികളും സംഘടിപ്പിക്കാറുള്ള പ്രഭാഷണങ്ങളും മറ്റ് പ്രചാരണ പ്രവർത്തനങ്ങളും എല്ലാം കണ്ട് വളരെയധികം തഴകിയിട്ടുള്ള ഒരു സ്ഥലമാണ് കൊടിയത്തൂർ. ഒന്നുകൂടെ പറഞ്ഞാൽ, അഹമ്മദിയത്തിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടുള്ളതിൽ പല പ്രദേശങ്ങളുമുള്ളതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കൊടിയത്തൂർ. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. തങ്ങളുടെ വായിലെ ഊത്തുകൊണ്ട് അള്ളാഹുവിന്റെ പ്രകാശത്തെ ഊതി അണക്കുവാൻ അവർ വ്യോമോഹിക്കുന്നു. എന്നാൽ അള്ളാഹു തന്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. സത്യനിഷേധികൾ അതിനെ എത്ര വെറുത്താലും ശരി എന്ന സൂറത്ത് സഫിലെ ആയത്തിനെ സാർത്ഥകമാക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് കൊടിയത്തൂർ. കാരണം വളരെ കാലമായി ഇതിനെ ഊതി അണക്കാം എന്ന വ്യോമോഹവുമായി നടക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഈ പ്രദേശം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ചു കാലമായി അഹ്മദിയ ജമാഅത്തിനെതിരെ പ്രഭാഷണങ്ങൾ നടത്താറുണ്ടായിരുന്നില്ല. അതിന്റെ കാരണങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകേണ്ട ആവശ്യമില്ല. എന്നാൽ അഹ്മദിയത്തിനെതിരെ ഒരു വലിയ ആരോപണവുമായിട്ടാണ് കഴിഞ്ഞ ഞങ്ങളുടെ എതിരാളികൾ നടത്തിയ പ്രഭാഷണത്തിൽ പ്രഭാഷകർ ഓരോരുത്തരും മുമ്പോട്ട് വന്നു. അതിൽ അവരുടെ പ്രഭാഷണങ്ങളെ, അവരുടെ പ്രസംഗങ്ങളെ അഗണ്യമാക്കിക്കൊണ്ട് അഹമ്മദികൾ പഴയ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് എന്നായിരുന്നു. എന്നെ കണ്ടാൽ കിണ്ണം കെട്ടവന്റെ പോലെ ഇല്ലേ എന്ന ഒരു സാധാരണ ചൊല്ല് കോഴിക്കോട് ഏരിയയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അവരുടെ അകത്തളങ്ങളിൽ അവരെ അവമതിക്കുന്ന, അവരെ വിഷമിപ്പിക്കുന്ന ഒരു വിഷയമായിരിക്കും അങ്ങനെ അവരെ പറയാൻ പ്രേരിപ്പിച്ചത്. പഴയ അതേ കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് പറയുമ്പോൾ ജനങ്ങൾക്ക് വിഷമം തോന്നേണ്ടതില്ല എന്ന് കരുതിയായിരിക്കണം
അഹമ്മദികൾ പഴയ കാര്യങ്ങളാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതിയും പ്രചരിപ്പിച്ചും വന്ന അതേ കാര്യങ്ങൾ തന്നെ ഇവിടെ ആവർത്തിച്ചു. ഏതായാലും നിങ്ങളും പഴയത് പറയാം, ഞങ്ങൾ പഴയതോ പുതിയതോ എന്ന് ജനങ്ങൾ തീരുമാനിക്കും. പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും സത്യം ഏതാണ് എന്നതിലാണ് ജനങ്ങൾക്ക് പ്രാധാന്യം എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അഹ്മദിയ ജമാഅത്തിന് ആകെ പറയാനുള്ളത് 3 കാര്യങ്ങളാണ് എന്ന് ഒരു പ്രഭാഷകൻ പറയുകയുണ്ടായി. അതിനുശേഷം തന്റെ 30ഓളം കാര്യങ്ങളും അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി. ഒന്ന്, ഈസാ നബി മരിച്ചു. ഇതാണ് പ്രധാനമാണ്. ഈസാ നബിയുടെ വരവ് മുസ്ലിങ്ങളുടെ അഖീദയല്ല. ആ പ്രഭാഷകന്റെ സ്വന്തം വാക്കുകൾ പറഞ്ഞാൽ അത് മുസ്ലിങ്ങളുടെ വിശ്വാസ കാര്യങ്ങളിൽ ഉൾപ്പെട്ടതല്ല, അത് അഖീദയുമല്ല എന്നാണ് പറഞ്ഞത്. അതേസമയം അത് അഖീദയാണ് എന്ന് അവർ തന്നെ എഴുതി വെച്ചത് മലയാളത്തിലുണ്ട്. മുസ്ലിങ്ങളുടെ അഖീദയാണ് ഈസാ നബിയുടെ ആരോഹണവും ആഗമനവും എന്ന് മുതവാത്തിറായ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഖാദിയാനിസം എന്ന ഗ്രന്ഥത്തിൽ തന്നെ മലയാളത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. മറ്റെല്ലാ പ്രസ്ഥാനങ്ങളും അത് വളരെ ശക്തമായി വാദിക്കുകയും ചെയ്തിട്ടുണ്ട്. അഥവാ ന്യായവാദത്തിന് വേണ്ടി മരിച്ചു എന്ന് സമ്മതിച്ചാൽ പോലും വീണ്ടും ഈസാ നബി അള്ളാഹു ജീവൻ നൽകി അയക്കുമെന്നാണ് അവരുടെ ആചാര്യന്മാർ എഴുതി വെച്ചിട്ടുള്ളത്. എല്ലാ പ്രവാചകന്മാരിലുമുള്ള വിശ്വാസം ഈമാൻ കാര്യത്തിൽ ഉൾപ്പെട്ടതും ഈസാ നബിയിലുള്ള വിശ്വാസം അത് ഏത് വിധത്തിലാണെങ്കിലും അത് ഈമാൻ കാര്യത്തിൽ ഉൾപ്പെടാത്തതുമാണ് എന്ന് ഇദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കുമ്പോൾ തോന്നിപ്പോകും. ഞാനതിന്റെ വിശദീകരണങ്ങളിലേക്ക് ഇപ്പോൾ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. മരിക്കട്ടെ മരിക്കാതിരിക്കട്ടെ എന്ന് അവർ പറയുന്ന അതേ ഇച്ഛയിൽ തന്നെ ഞാൻ ഇട്ടുകൊണ്ട് മറ്റൊരു കാര്യത്തിലേക്കാണ് ഞാനിവിടെ വരാൻ പോകുന്നത്. മറ്റൊന്ന് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ നുബുവത്താണ് പറയും. അതായത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടി നുബുവത്ത് നിലച്ചിട്ടില്ല, ഇനിയും നബിമാർ വരും എന്നാണ് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയുടെ ഗ്രന്ഥങ്ങളിൽ പിന്നീട് പറയപ്പെട്ടിട്ടുള്ള വിഷയം. മൂന്നാമത്തെ വിഷയം ബ്രിട്ടീഷുകാരുടെ അവദാനങ്ങൾ വാഴ്ത്തുക എന്നതാണ്. അതിന് ബ്രിട്ടീഷുകാരോടുള്ള ജിഹാദ് ഞങ്ങൾ ഹറാമാക്കി, അഥവാ മിർസ ഗുലാം അഹമ്മദ് ഹറാമാക്കി എന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആധികാരിക വക്താവായ പ്രഭാഷകൻ ഇവിടെ പറഞ്ഞു. അതിൽ അദ്ദേഹത്തിന് കുണ്ഠിതമുണ്ടത്രേ. ഞാൻ പറയുന്നത് അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ ആരോ എന്തോ ആവട്ടെ, പ്രത്യേകിച്ച് ആ പ്രഭാഷകനെ ബ്രിട്ടീഷുകാർക്കെതിരിലുള്ള ജിഹാദ് മിർസ ഗുലാം അഹമ്മദ് അലൈഹി ഇസ്ലാം ഹറാമാക്കിയെങ്കിൽ സന്തോഷത്തോടുകൂടി കയ്യടിക്കുകയാണ് വേണ്ടത്. കാരണം ആചാര്യൻ പറഞ്ഞത് ഭരണാധികാരം ഇംഗ്ലീഷുകാരനായ അമുസ്ലിമിൽ നിന്ന് ഇന്ത്യക്കാരനായ അമുസ്ലിമിലേക്ക് നീങ്ങുകയാണ് ഈ സമരത്തിന്റെ ഫലം, അതായത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഫലം. ഇത്തരമൊരു സ്വതന്ത്ര രാഷ്ട്രത്തിന് വേണ്ടി പോരാട്ടം നടത്തുന്നത് തീർച്ചയായും മുസ്ലിങ്ങൾക്ക് ഹറാമാണ്. അപ്പൊ ഹറാമായ ഒരു സമരത്തെ മിർസ സാഹിബ് നേരത്തെ ഹറാമാക്കിയതിന് പിൽക്കാലത്ത് ആചാര്യനും കൂടെ ഹറാമാക്കിയത് കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇക്കാര്യത്തിലെങ്കിലും ഒരു വേദിയിൽ നിൽക്കുന്നു എന്ന് പറയുന്നതിന് പകരം ആചാര്യൻ പറഞ്ഞത് താൽക്കാലികമായി മറന്നുകൊണ്ട് ഖാദിയാനിക്ക് കിടക്കട്ടെ എന്നാണ് പ്രഭാഷകന്റെ ഭാഷ്യം. എന്നാൽ മിർസ സാഹിബിനെ കൂടെ കുറച്ചുകൂടി കടത്തിവെട്ടിയാണ് ആചാര്യൻ പറഞ്ഞിട്ടുള്ളത്. എന്താ പറഞ്ഞത്? മാത്രമല്ല, ഈ നീക്കങ്ങളെ, സ്വാതന്ത്ര്യ സമരങ്ങളെ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നതും അവർക്ക് ഹറാം തന്നെയാണ്. തെഹ്രീക്കെ ആസാദിയെ ഹിന്ദ്,
പേജ് 71 മൗലാന മൗദൂദി സാഹിബ് എഴുതിയത്. അപ്പൊ ഞങ്ങൾ ഹറാമാക്കിയത് കൊണ്ട് നിങ്ങൾ അതിന് വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ആചാര്യൻ കൂടി ഹറാമാക്കിയത് കൊണ്ട് സന്തോഷിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഒന്നുകൂടി പറഞ്ഞാൽ, മുസ്ലിം ലോകം മുഴുവൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുമ്പോൾ അതിന് ഒരു കാലത്ത്, അതായത് ഇവരുടെ ഭാഷ്യമാണെന്ന്, സ്വാതന്ത്ര്യ സമരം ഉണ്ടോ ഇല്ലേ എന്ന കാര്യം വേറെ, അത് 8ാം ക്ലാസ്സിലെ ബുക്ക് പഠിക്കാത്തതുകൊണ്ട് വന്ന വിഷമമാണ്. അന്നത്തെ സ്വാതന്ത്ര്യ സമരം എന്താണെന്നും മിർസാ സാഹിബിന്റെ കാലഘട്ടത്തിലുള്ള മുസ്ലിങ്ങളുടെ നിലപാട് എന്തായിരുന്നുവെന്നും സാധാരണ ചരിത്രബോധം എന്ന് ഞാൻ പറയുന്നില്ല, ഒരു 8ാം ക്ലാസ് വരെയുള്ള സോഷ്യൽ സ്റ്റഡീസ് പഠിക്കാത്തതിന്റെ ദുർഗതിയാണ്. അല്ലെങ്കിൽ മനഃപൂർവ്വം പറഞ്ഞതാണ്. അതവിടെ നിൽക്കട്ടെ. മിർസാ സാഹിബ് ഹറാമാക്കിയ ഈ ജിഹാദ് വീണ്ടും മുസ്ലിങ്ങൾ ജിഹാദിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ മൗദൂദി സാഹിബ് അതൊന്നുകൂടി ഹറാമാക്കി. അത് മാത്രമല്ല, ആരെങ്കിലും അത് പങ്കെടുത്താൽ കയ്യും കെട്ടി നിന്നാൽ പോലെ ഹറാമാണ്. അപ്പൊ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കെതിരിൽ പടവാൾ ഉയർത്താത്തവരും ഹറാമാണ് ചെയ്യുന്നത്. അപ്പൊ അതിലെന്തിനാണ് ഇവർ സങ്കടപ്പെടേണ്ട ആവശ്യം? മറ്റൊന്ന്, കൂടെയുള്ള കൂടപ്പിറപ്പുകളുടെ മറ്റവസ്ഥ എന്താണെന്ന് ഇവിടെ നോക്കണമല്ലോ. കൂടപ്പിറപ്പുകൾ ബ്രിട്ടീഷുകാരുടെ കൈകളിലേ വളർന്നവരാണ്. സൗദി അറേബ്യയുടെ ചരിത്രം എന്താണെന്നും ഇന്ന് സൗദി അറേബ്യ ഇന്നേ വരെ ഒരു ദിവസം പോലും അതിൽ നിന്ന് വ്യത്യസ്തമല്ല. സൗദി അറേബ്യ രൂപം കൊണ്ട അന്ന് മുതൽ ഇന്നേ വരെയുള്ള ചരിത്രം ബ്രിട്ടീഷുകാർക്ക് ഓശാന പാടുന്നതാണോ, ബ്രിട്ടീഷുകാർക്കെതിരിൽ കാമ എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന കാര്യം ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ കൂടപ്പിറപ്പിന്റെയും അവസ്ഥ അതാണ്. മറ്റൊന്ന്, തബ്ലീഗി, ഖാദിയാനി, വഹാബി കൂട്ടുകെട്ടുകൾ ആണ് ബ്രിട്ടീഷുകാരുടെ സൃഷ്ടികളെന്ന് സുന്നികൾ പറയുന്നു, എഴുതുന്നു. മർക്കസുൽ ഉലൂം സൊവനീറിൽ അത് വ്യക്തമായി എഴുതി. ഞങ്ങളും അവരുടെ കൂടെയുണ്ട്, വഹാബികളുടെയും മൗദൂദികളുടെയും ഇവരുടെയൊക്കെ കൂടെ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്ന കൂട്ടത്തിൽ ഞങ്ങളുമുണ്ട്. അപ്പൊ ബ്രിട്ടീഷുകാരെന്നുള്ള ഈ ഒരു ഇനാം പേശി ഓരോരുത്തരും ഓരോരുത്തർക്കെതിരിൽ പ്രയോഗിച്ച് അവസാനം അതിന്റെ എല്ലാ മുനയും ഒടിഞ്ഞു പോകുമ്പോൾ അതെടുത്ത് ഖാദിയാനിക്കെതിരിൽ പ്രയോഗിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് സംബന്ധമായി വിശദമായ ചർച്ചകൾ നടന്നതുകൊണ്ട് അതിന്റെ വിശദവിവരണങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. എങ്കിലും ഖാദിയാനികൾക്ക് ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് മൗദൂദി ആചാര്യനും അതേസമയത്ത് ഈ പ്രദേശത്തെ ബഹുമാന്യനുമായ പലരാലും ആദരിക്കപ്പെടുന്ന വ്യക്തി തന്നെ പറയട്ടെ. അതിനുശേഷം കുട്ടികളെ നിന്നേറ്റ് പറയുന്നതിന് അവർ വിലയിരുത്തട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബഹുമാന്യനായ മർഹൂം KC അബ്ദുള്ള മൗലവി പറയുകയാണ്, തന്റെ ഈ ലക്ഷ്യസാധ്യത്തിന് വളരെ അനുകൂലമാണെന്ന് കണ്ട ഗുലാം അഹമ്മദ് തികച്ചും അത് പ്രയോജനപ്പെടുത്താൻ വളരെ സമർത്ഥമായി നയതന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. അതായത് ഭൗതികമായിട്ട് ഇന്ത്യയിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി തന്റെ ലക്ഷ്യസാധ്യത്തിനുള്ള ഒരവസ്ഥയാണിതെന്ന് സാഹചര്യം കണ്ടപ്പോൾ മിർസ ഗുലാം അഹമ്മദ് തന്റെ ലക്ഷ്യത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു അത്രേ. മുഖ്യമായും ഒരു 4 പരിപാടിയാണ് അദ്ദേഹം ആസൂത്രണം ചെയ്തത്. തന്റെ കുടുംബ സംരക്ഷകനും യജമാനനുമായ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ സഹായവും സംരക്ഷണവും കൂടുതൽ ഉറപ്പിച്ചു വെക്കുക എന്നതാണ് അതിലൊരു പരിപാടി. മറ്റു പല പരിപാടിയുണ്ട്. എന്നാൽ ആ പരിപാടിയിൽ അദ്ദേഹത്തിന് എന്താണ് കിട്ടിയത്? ആ നയതന്ത്രങ്ങൾ ആവിഷ്കരിച്ചപ്പോൾ ബ്രിട്ടീഷുകാരുടെ സംരക്ഷണം തനിക്ക് ഉറപ്പിച്ചു വെക്കുക എന്നതാണ് ഒരു പരിപാടി. 4 പരിപാടിയാണുള്ളത് ആ പുസ്തകത്തിൽ വിവരിക്കുന്നത്. അതിലൊരു പരിപാടി ബ്രിട്ടീഷുകാരുടെ സഹായവും അവരുടെ സംരക്ഷണവും ഉറപ്പിക്കുക എന്നാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഈ തന്ത്രങ്ങൾ എങ്ങനെയാണ് പരാജയപ്പെട്ടത് എന്ന് വിശകലനം ചെയ്തുകൊണ്ട് മർഹൂം KC അബ്ദുള്ള മൗലവി തുടർന്നെഴുതുന്നു. പരിപാടിയുടെ 2ാം ഇനത്തിലും മിർസ ഗുലാം അഹമ്മദ് പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
തങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുഗുണമായി ഈ മനുഷ്യനിൽ നിന്ന് വല്ലതും സ്വയം ലഭ്യമാകുന്നുവെങ്കിൽ അത് ആപത്തുകളൊന്നുമില്ലെങ്കിലും നാം അത് നിരസിക്കേണ്ട എന്നതിൽ കവിഞ്ഞ് ബ്രിട്ടീഷുകാർ മറ്റെന്തെങ്കിലും ചെയ്തതായി അറിവില്ല. ഖാദിയാനികൾക്ക് ബ്രിട്ടീഷുകാർ വേറെ എന്തോ ചെയ്തതായിട്ട് KC അബ്ദുള്ള മൗലയുടെ അറിവിൽപ്പെട്ടിട്ടില്ല. രാജ്യതന്ത്രജ്ഞതയും ദീർഘവീക്ഷണവുമുള്ള അവർ എത്രയോ മീർ ജാഫർമാരെ കണ്ടതാണല്ലോ. മുസ്ലിങ്ങളോട് അവർക്ക് കടുത്ത പകയുണ്ടെന്നത് വേറെ കാര്യം. ഖാദിയാനിസത്തിന്റെ വേരുകൾ KC അബ്ദുള്ള മൗലവി എഴുതിയ ഗ്രന്ഥം പേജ് 67, 71 പേജുകളിൽ ഇത് കാണാവുന്നതാണ്. ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ആയി പ്രസ്ഥാനവുമാണ്. അതാണ് അഞ്ചുമനി ഷാത്തെ ഇസ്ലാം. ഇനി ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ച് വാതോരാതെ ഒരുപാട് ഉരുവിട്ടിരിക്കുന്ന പ്രഭാഷകന്റെ മറ്റൊരു മുഖത്തെയും നാം പരിചയപ്പെടേണ്ടതുണ്ട്. ബ്രിട്ടീഷുകാരന്റെ ഭരണത്തെക്കാൾ നല്ലത് ഇന്ത്യൻ ജനാധിപത്യമാണ്. ബ്രിട്ടീഷുകാരന്റെ നിയമത്തെക്കാൾ നല്ലത് ഇന്ത്യക്കാരന്റെ നിയമാവലിയാണ്. ഇതാണ് ഇവരുടെ വാദം. ഇന്ത്യക്കാരന്റെ വാദം, ജനാധിപത്യ വിശ്വാസികളുടെ വാദം. എന്നാൽ ഇസ്ലാമിക വീക്ഷണത്തിൽ രണ്ടും ഒരുപോലെ അതിക്രമമാണ്, ഒരുപോലെ കുഫ്റാണ്, ഒരുപോലെ ധിക്കാരമാണ്. ജനാധിപത്യ ഇന്ത്യയിൽ ഇന്നിത് പ്രസിദ്ധീകരിക്കുവാൻ പോലും സാധ്യമല്ലാത്ത ഒരു പ്രസ്താവനയാണെന്നതിൽ യാതൊരു സംശയവുമില്ല. സിയാസി കശ്മകശ്, മൗദൂദിയുടെ ഗ്രന്ഥം, ഭാഗം 3, പേജ് 124. വേശ്യയുടെ ചാരിത്ര പ്രസംഗം എന്ന് കേട്ടിട്ടുണ്ട്. അവിധമാണ് അഹമ്മദികളെ ബ്രിട്ടീഷ് ഏജന്റ് എന്ന് ചിത്രീകരിക്കുന്ന മൗദൂദി പ്രഭാഷകൻ എന്ന കാര്യം ഇത്തരുണത്തിൽ ഉണർത്തിക്കൊള്ളട്ടെ. ഇനി അദ്ദേഹത്തിന് പുസ്തകം എഴുതുമ്പോൾ ഖുർആൻ കൊണ്ടല്ല അഹമ്മദികളെ എതിരിടേണ്ടത്, മറിച്ച് മീർസാ ഖാദിയാനിയുടെ ഗ്രന്ഥങ്ങൾ കൊണ്ടാണ് എന്ന് പറഞ്ഞ് ഉടലെടുത്തതാണ് ഇശാഅത്തെ ഇസ്ലാം ആയി സംഘടന എന്ന് ഗ്രന്ഥകാരൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഒരു ഗ്രന്ഥത്തിൽ, പ്രഥമ ഗ്രന്ഥത്തിൽ തന്നെ. അതായത് ഖുർആൻ കൊണ്ട് ഖാദിയാനികളെ നേരിടരുത്, മീർസയുടെ ഗ്രന്ഥങ്ങൾ വെച്ച് നേരിടണം. ഇതാണ് അവരുടെ വാദവും ഇന്നേ വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള മറുപടി ഞാൻ പറയാം. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. എന്നാൽ ഇപ്പോൾ പ്രഭാഷണത്തിന് വരുമ്പോൾ ആയത്തുകൾ ഓതി ഇനിയൊരു പ്രവാചകന്റെ ആവശ്യമില്ല എന്ന് സമർത്ഥിക്കുവാനുള്ള പാശ്രമം നടത്തിയതായി CD കേൾക്കാൻ സാധിച്ചു. അവ മുൻകാലത്ത് ഖുർആൻ കൊണ്ട് നേരിടണ്ട എന്ന കാര്യത്തിൽ അടിയുറച്ച് നിന്ന് രൂപം കൊടുത്ത പ്രസ്ഥാനത്തിന് വരെ അഹ്മദിയ ജമാഅത്തിന്റെ പ്രചണ്ഡമായ പ്രചാരണവും ഖുർആനിക സൂക്തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് തങ്ങളുടെ വാദമുഖങ്ങൾ സമർപ്പിക്കുന്നതും കാണുമ്പോൾ തങ്ങൾക്കും ഖുർആൻ എടുക്കേണ്ട ആവശ്യമുണ്ട് എന്ന് സമ്മതിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. തങ്ങളുടെ വാദങ്ങളിൽ നിന്ന് പുറകോട്ട് പോയിരിക്കുന്നു. ഇനി മീർസാ സാഹിബിന്റെ ഗ്രന്ഥങ്ങളാണ് എടുക്കേണ്ടത് എന്നാണ് വാദം. എനിക്കും പറയാനുള്ളത് അത് തന്നെയാണ്. മീർസാ സാഹിബിന്റെ ഗ്രന്ഥങ്ങൾ തന്നെ എടുത്ത് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. എന്നാൽ മീർസാ സാഹിബിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഓരോ ഭാഗങ്ങൾ എടുത്തെടുത്ത് എതിരാളി എഴുതിയ ഗ്രന്ഥമാണ് പരിശോധിക്കേണ്ടത് എന്നതാണ് വാദമെങ്കിൽ അതിന് മറുപടിയായി എനിക്ക് പറയാനുള്ളത് ആ എഴുതിയ ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടതാണ്. ഒന്നുകൂടി ആവർത്തിക്കട്ടെ. മീർസാ സാഹിബിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്തെഴുതിയിട്ടുള്ള ഉദ്ധരണികൾ, അവരുടെ എല്ലാ ഗ്രന്ഥങ്ങളിൽ നിന്നും എടുത്തെഴുതിയിട്ടുള്ള ഉദ്ധരണികൾ ഞങ്ങൾ ഒരു 10 or 20 മധ്യസ്ഥന്മാർ മുഖേന അവർ നിശ്ചയിക്കുന്ന തോതനുസരിച്ച് എടുത്തു വെക്കാം. അതിനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്.
നിങ്ങൾ എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന് ഉദ്ധരണികൾ ഞങ്ങൾ എടുത്തു വെക്കാം. അതിനുശേഷം അത് ഒറിജിനൽ ഗ്രന്ഥങ്ങളിൽ ഉണ്ടോ, ഉണ്ടെങ്കിൽ അത് വളച്ചടിച്ചിട്ടുണ്ടോ എന്ന കാര്യം നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കുമോ എന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു എക്സിബിഷൻ തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് പോസ്റ്ററുകൾ ഒട്ടിയിരുന്നു എന്ന കാര്യം നിങ്ങൾ ഓർക്കണം. ഈ കൊടിയത്തൂരിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ നോട്ടീസും പാൽ പോസ്റ്ററും ഒട്ടിച്ചിരുന്നോ, അതിന് നിങ്ങൾ തയ്യാറാണോ എന്ന് ചോദിച്ച് അങ്ങനെ ഗ്രന്ഥത്തിലുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം അവർ പറയുന്ന കാര്യങ്ങൾ വാലും തലയും വെട്ടി എന്ന് പറയുമ്പോൾ അവർക്ക് ചൊടിച്ചു പോകുന്നു. മൽഫൂദാത്ത് 5-ാം വാള്യത്തിൽ പഴയ ശരീഅത്തിൽ നബി വരില്ല എന്നാണ് മുഹീദ്ദീൻ ഇബ്നു അറബിയുടെ വാദം. എന്നാൽ പഴയതും പുതിയതുമായ ശരീഅത്തിൽ ഒരു പ്രവാചകനും വരികയില്ല എന്നാണ് എന്റെ വാദം എന്ന് മീർസാ സാഹിബ് എഴുതിയതായിട്ട് മൽഫൂദാത്തിന്റെ 5-ാം വാള്യത്തിൽ നിന്ന് ഒരു ഉദ്ധരണി കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ബാക്കിയുള്ള ഭാഗം മഗർ ആ ഹദ്റത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം की इन गासे जो नबूवत हो वो जायज है എന്നാണ്. എന്നാൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതിച്ഛായ എന്ന വിധം വരുന്ന നുബുവത്ത് അനുവദനീയമാണ് എന്നാണ്. ഒരടിക്കുറിപ്പിലെ ഈ ഒരൊറ്റ കഷ്ടമാണ് വെട്ടി നീക്കിയിട്ടുള്ളത്. ഇത് നേർക്ക് നേരെ ഈ ഇശാഅത്തിന്റെ പ്രവർത്തകരുടെ മുമ്പാകെ ചർച്ച ചെയ്യുമ്പോൾ മൽഫൂദാത്ത് എടുത്തു വെച്ച് ഞാൻ തന്നെ പല പ്രാവശ്യം കാണിച്ചു കൊടുത്തിട്ടുള്ളതാണ്. ഞാനിവിടെ പറഞ്ഞു വന്നത് മീർസാ സാഹിബിന്റെ ഗ്രന്ഥമാണ് എടുക്കേണ്ടത് എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് എടുക്കേണ്ടത്. നിങ്ങൾ എടുത്തു വെച്ച ഉദ്ധരണികൾ മീർസാ സാഹിബിന്റെ ഗ്രന്ഥത്തിൽ ഉണ്ടോ, ഉണ്ടെങ്കിൽ അവരെ അതേപോലെ തന്നെയാണോ എന്ന കാര്യത്തിന് ആണ് നിങ്ങൾ മുതിരേണ്ടത്. ഇനി ഇങ്ങനെ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണല്ലോ ഇവർ പറയുന്നത് എന്ന് ആർക്കെങ്കിലും സംശയം വേണ്ട. ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് ഇടമുറുകും പറയുന്നത്. ഇടമുറുക് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് 13 ഗ്രന്ഥങ്ങൾ കേരളക്കരയിൽ തന്നെ ഖുർആന് വിമർശന പഠനമെന്ന ആ ഗ്രന്ഥത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് എന്ന് ഇടമുറുക് തന്നെ വാദിക്കുന്നു. ഹദ്റത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെയും അദ്ദേഹത്തിന്റെ സഹധർമ്മിണിമാരെയും അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനെയും ഹദീസുകളെയും അതിനിശ്ചിതമായി ആക്ഷേപിച്ച വചനങ്ങൾ വായിച്ചു പോകരുത് എന്ന് കരുതിയിട്ടാണ് ആ ഗ്രന്ഥങ്ങൾ ഇവിടെ കൊണ്ടുവന്നാലും ഞാൻ അത് ദൂരമായി വെച്ചത്. കാരണം അത്രയും അശ്ലീലവും ഹീനവുമായിട്ടുള്ള വാക്കുകളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിൽ പ്രയോഗിച്ചിട്ടുള്ളത്. അതിവിടെ വായിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആവശ്യമുള്ളവർക്ക് ഇവിടെ തന്നെ ആ ഗ്രന്ഥം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അഹ്മദിയ ജമാഅത്തിനെതിരിൽ വരുന്ന എതിരാളികൾ ഏത് ശൈലിയിലാണോ ഹദ്റത്ത് മീർസാ ഗുലാം അഹമ്മദിനെ ആക്ഷേപിക്കുന്നത്, അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ച് ആക്ഷേപിച്ചിട്ടുള്ളത്, അതേ ശൈലിയിൽ ക്രിസ്ത്യാനികൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെയും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെയും ആക്ഷേപിച്ചെഴുതിയ ഗ്രന്ഥം മുസ്ലിങ്ങളോട് ക്രിസ്ത്യാനികൾ ചോദിക്കുന്നു എന്ന പുസ്തകവും അവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ പ്രഭാഷകൻ പറഞ്ഞത് മീർസാ സാഹിബ് ബ്രിട്ടീഷുകാർ അവധാനങ്ങൾ പുകഴ്ത്തിയതിനു ശേഷം ഒരു പെൺകുട്ടിയുടെ കൂടെയാണ് നടന്നത് എന്നാണ്. ഇടമുറുക് പറയുന്നത് ഒന്നല്ല, ഒന്നിലധികം 10-12 പെണ്ണുങ്ങളുടെ പിന്നാലെയാണ് മുഹമ്മദ് നടന്നത് എന്നാണ്. നഊദു ബില്ലാഹി മിൻ ദാലിക്. ക്രിസ്ത്യാനികൾ എഴുതിയത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നഊദു ബില്ലാഹി സുമ്മ നഊദു ബില്ലാഹി നഊദു ബില്ലാഹി മിൻ ദാലിക് വ്യഭിചാരിയായിരുന്നു എന്നാണ് മലയാളത്തിൽ എഴുതിയ പുസ്തകം അവിടെയുണ്ട്. അതെല്ലാം അതേപോലെ വായിച്ചു പോയെങ്കിലോ എന്ന് കരുതിയാണ് ഞാൻ അത് മാറ്റിവെച്ചത്. അപ്പോൾ ഇത് പുത്തിരിയല്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുർആൻ പറയുന്നു, മാ യുഖാലു ലക ഇല്ലാ മാ ഖദ് ഖീല മിൻ ഖബ്ലിഹി റുസുൽ, നിനക്ക് മുമ്പ് പ്രവാചകന്മാരെ ആക്ഷേപിച്ച് പറഞ്ഞതല്ലാത്ത ഒന്നും തന്നെ നിന്നെ ആക്ഷേപിക്കുന്നില്ല എന്ന്.
അതിനടിസ്ഥാനത്തിൽ മിർസ ഗുലാം അഹമ്മദ് അലി ഇസ്ലാം പറയുന്നു, പ്രവാചകന്മാരുടെ മേൽ വന്ന ആക്ഷേപങ്ങളല്ലാതെ എന്റെ പേരിലും അവർ ആക്ഷേപിക്കുകയില്ല എന്ന്. മിർസ സാഹിബിനെതിരിൽ ഉന്നയിച്ചിട്ടുള്ള ഓരോ ആരോപണങ്ങളും 1,24,000 മമ്പിയാക്കളിൽ ഏതെങ്കിലും ഒരു പ്രവാചകന്റെ പേരിൽ ആക്ഷേപിക്കാത്ത ഒരാക്ഷേപവുമില്ല എന്ന് കണ്ണന ഭയമിനെ ഞാൻ പറയാൻ ആഗ്രഹിക്കുക. അപ്പോൾ ആക്ഷേപങ്ങൾ കൊണ്ട് ഒരിക്കലും ഒരു പ്രവാചകന്റെ പ്രഭയെ നിഷ്പ്രഭമാക്കാൻ സാധ്യമല്ല എന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആന്റെ വെളിച്ചത്തിൽ ആ പ്രവാചകന്റെ പ്രഭയെ പ്രശോഭിതമാക്കുവാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ എന്ന കാര്യം കൂടി ഓർത്തിരിക്കേണ്ടതാണ്. ഇനി ഒരാളും ഇങ്ങോട്ട് വരേണ്ടതില്ല എന്നാണ് വാദം. വിരോധാഭാസമായ വിശ്വാസമാണത്. അതേ പ്രഭാഷകൻ പറയുന്നു, ഈസാ നബി വരും, 40 വർഷങ്ങൾ ഭരണം നടത്തും. പ്രഭാഷകൻ മൗദൂദിയായതുകൊണ്ട് നബിയല്ലാതെയാണ് വരിക എന്നാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം ഉണ്ടായിരിക്കേണ്ടത്. എന്നാൽ മറ്റു മുസ്ലിങ്ങൾ പറഞ്ഞത് മൻകാരബി സൽബി നുബുവത്തിഹി ഖഫദ ഫഖദ ഖബറ ഹഖ. ആര് പറഞ്ഞു? മുജാഹിദുകൾ അനുശേഷ നേതാവ് അല്ലാമ നവാബ് സിദ്ദീഖ് ഹസൻ ഖാൻ സാഹിബ്. അതും കമാ സർറഹ ബിഹി സുയൂത്തി ഇമാമിനെ ഉദ്ധരിച്ചുകൊണ്ട് സുന്നികളുടെ ഇമാമിനെയും കൂട്ടുപിടിച്ചിട്ടുണ്ട്. അവ സുന്നിയുടെയും മുജാഹിദിന്റെയും വിശ്വാസം ഈസാ നബി നബിയല്ലാതെയാണ് വരുന്നതെങ്കിൽ ഹഖായ കാഫിറാണ് എന്നാണ്. ഇവരെല്ലാം കൂടി വരുമ്പോൾ ഒന്നിച്ച് മുസ്ലിമാകും എന്ന കാര്യം ഇപ്പൊ തൽക്കാലം നമുക്ക് മറക്കാം. ഏതായാലും അപ്പൊ ഹഖായ കാഫിറാകുന്ന ഒരാളാണ് ഈസാ നബി വരുമ്പോൾ നബിയല്ല എന്ന് വിശ്വസിച്ചാൽ, അങ്ങനെ ഒരു നബി വരുമെന്നും 40 വർഷം ഭരണം നടത്തുമെന്നും അദ്ദേഹം മുഖേന പലതും ഇവിടെ നടക്കാൻ പോകുന്നുവെന്നും ഒരു വായിൽ പറയുമ്പോൾ അതേ വായിൽ തന്നെ പറയുന്നു ഇനി ആരും വരികയില്ല. അതിനായത്തുകൾ സമർപ്പിക്കുന്നു. അതെങ്ങനെ? ഉൽഹു അല്ലാഹു അഹദ്, ഇനി നബി വരൂല, അല്ലാഹു സമദ്, ഒരു നബി ഇങ്ങോട്ട് വരൂല എന്നൊരാൾ ആയത്തോടി പറഞ്ഞാൽ എങ്ങനെയാണോ അതേപോലെയാണ് ആയത്തുകൾ ഓതുന്നത്. ഉദാഹരണമായി പറയുകയാണ്, നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുക, ഉലിൽ അംറിനെയും അനുസരിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ഖുർആനിലേക്കും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്കും തിരിയുക. ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇനി ഒരു നബിയിലേക്ക് തിരിയാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇവിടെ നബി വരില്ല. വന്ന നബിയും വേറൊന്നിലേക്ക് തിരിയാൻ പറഞ്ഞിട്ടില്ല. ഇതേ രണ്ടിലേക്ക് തിരിയണമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന് ഒരു നബി വരുമെങ്കിൽ അങ്ങനെ ഒരു നബി വരുമെന്നും അദ്ദേഹത്തിലേക്കും തിരിയണമെന്നും പറയേണ്ടതായിരുന്നു. അതാണ് അദ്ദേഹത്തിന്റെ വാദം. എന്നാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്നു, കൈഫ അൻതും ഇദാ നസല ബിനു മറിയമ ഫീകും വ അമ്മകും മിൻകും. സഹീഹ് മുസ്ലിം ബാബു നുസൂൽ ഈസാ ബിനു മറിയം. നിങ്ങൾക്ക് ഇമാമത്ത് വഹിച്ചുകൊണ്ട് നിങ്ങളിൽ നിന്ന് ഈസാ ബിനു മറിയം വരുമ്പോൾ നിങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും? ഇമാമത്ത് വഹിച്ചുകൊണ്ട് എന്ന് പറഞ്ഞത് മുസ്ലിമിലാണുള്ളത്. ബുഖാരിയിലും മുസ്ലിമിലും മഹദിയെക്കുറിച്ച് ഹദീസേ ഇല്ല എന്ന് പ്രഭാഷകൻ വാചാരനാകുന്നു എന്ന ആചാര്യൻ എന്താണ് എഴുതിയത്? അതായത് ഇവിടെ പറയുന്ന മൗദൂദി പ്രഭാഷകൻ പറയുകയാണ് ബുഖാരിയിൽ മഹദിയെക്കുറിച്ച് ഹദീസേ ഇല്ല. അതേ സമയത്ത് അതേ ഹദീസിന് കൈഫാൻതും ഇദാ നസല ബിനു മറിയം ഫീകും വ ഇമാമക്കും മിൻകും എന്ന ഹദീസിനെ തർജ്ജമ എഴുതുമ്പോൾ മഹദി അവിടെ ഉണ്ടായിരിക്കെ മസീഹ് ഇബ്നു മറിയം വരുമെന്നാണ് മൗദൂദി സാഹിബ് തർജ്ജമ കൊടുക്കുന്നത്. ഇവിടെ ആചാര്യനെതിരിലാണ് പ്രസംഗം നടത്തുന്നത്. തൽക്കാലം അവിടെ നിൽക്കട്ടെ. അപ്പൊ അമ്മക്കും മിൻകും, നിങ്ങൾക്ക് ഇമാമത്ത് വഹിച്ചുകൊണ്ട് എന്ന് പറഞ്ഞതിന് സഹീഹ് മുസ്ലിമിലുള്ളത് അമ്മക്കും ബി കിതാബി റബ്ബിക്കും അസ്സ വജല്ല വ ബി സുന്നത്തി നബിയിക്കും എന്നാണ്. നിങ്ങളുടെ റബ്ബ് അസ്സ വജല്ലയുടെ ഗ്രന്ഥത്തെ അനുസരിച്ച് ഇമാമത്ത് വഹിക്കുന്നതിനും വ ബി സുന്നത്തി നബിയിക്കും നിങ്ങളുടെ നബിയുടെ സുന്നത്ത് അനുസരിച്ച് ഇമാമത്ത് വഹിക്കുന്നതിനുമാണ്.
അമ്മക്കും മീൻക്കും എന്ന് പറഞ്ഞതെന്ന് സഹീഹ് മുസ്ലിമിൽ സഹാബിയുടെ ഖൗല് എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മസീബിന് മറിയം വരുമ്പോൾ ഖുർആനും റസൂലുള്ളാഹിയുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അനുസരിച്ച് ഇവിടെ ദീൻ നടപ്പിൽ വരുത്തുമെന്ന് പറഞ്ഞാൽ മസീബിന് മറിയം വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ തീർച്ചയായും ആ ഖുർആനിലേക്കും ഹദീസിലേക്കും തന്നെയാണ് മസീബിന് മറിയം വരേണ്ടത്. അതിലേക്ക് തന്നെയാണ് മസീബിന് മറിയം ക്ഷണിക്കേണ്ടത്. ആ മസീബിന് മറിയം 2000 വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഈസബിന് മറിയമല്ല, മറിച്ച് ഈ ഉമ്മത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയാണെന്നാണ് അതേ ഹദീസിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. കാരണം മഹ്ദിയുടെ ഹദീസ് ബുഖാരിയിൽ എന്ന് പറയുമ്പോൾ ഇമാമക്കും മിൻകും, നിങ്ങളിൽ നിന്നുള്ള ഇമാമ് എന്ന് പറയുമ്പോൾ ഈ ഉമ്മത്തിൽ നിന്നുള്ള ഇമാമായിക്കൊണ്ടാണ് മസീബിന് മറിയം വരേണ്ടതെന്ന് ഇവിടെ പ്രഭാഷകൻ തന്നെ സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി വേറൊരു ഖുർആനിലേക്കോ വേറൊരു നബിയിലേക്കോ തിരിയുമെന്ന് അഹ്മദികളും വിശ്വസിക്കുന്നില്ല, മുസ്ലിങ്ങൾ ആരും ഇതുവരെ അത് പറഞ്ഞിട്ടുമില്ല.